അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തമും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഏറ്റവും മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ ഈ സമയവും ഈ സന്ദർഭങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന സന്ദർഭങ്ങളും സമയങ്ങളുമാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അള്ളാഹുവിലേക്ക് അടുക്കുന്തോറും അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ വരുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വകഞ്ഞുമാറ്റി വീണ്ടും കൽബ് പടച്ചവനിലേക്ക് അടുക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിക്ക് മാത്രം കഴിയുന്നൊരു കാര്യവുമാണ്. എങ്ങനെയാണ് പടച്ചവനിലേക്ക് അടുക്കുക? അത് അള്ളാഹുവിന്റെ ദിക്റുകളിലായി, മുത്തുനബി തങ്ങളുടെ സ്വലാത്തുകളിലായി, ഇബാദത്തുകളിലായി പടച്ചവനിലേക്ക് അടുക്കുന്ന വഴികളാണ് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരല്പസമയം 24 മണിക്കൂർ അള്ളാഹു നമുക്ക് തന്നിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ 5 വഖ്ത് നിസ്കരിക്കാൻ. 24 മണിക്കൂറും ഇബാദത്തിന് സമയം പറഞ്ഞിട്ടില്ല. ആ ഇബാദത്തിന് സമയം മാറ്റിവെച്ച് ബാക്കിയുള്ള സമയങ്ങൾ ദിക്റുകളിലായി, സ്വലാത്തുകളിലായി കഴിയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഫർള് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സുന്നത്തുകളിലൂടെയും ദിക്റുകളിലൂടെയും സ്വലാത്തുകളിലൂടെയും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഒരല്പസമയം കുറച്ച് ദിക്റുകളിലായി, തസ്ബീഹുകളിലായി, തഹ്ലീലുകളിലായി, കുറച്ച് സ്വലാത്തുകളിലായി നമുക്കൊരല്പസമയം അള്ളാഹിന് വേണ്ടി കൊടുക്കണം. അള്ളാഹു ഈ സമയം പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായി പശ്ചാത്താപമാണ്. ചെയ്തുപോയ പാപങ്ങൾ ഏറെയുണ്ട്, അത് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ആ ഇസ്തിഗ്ഫാർ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഏറ്റവും ചുരുങ്ങിയതൊരു 100 വട്ടമെങ്കിലും ദിവസം ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നാണ് നമ്മുടെ കൽബിൽ തട്ടി. നമ്മൾ ചെയ്തു പോയ അപരാധങ്ങളെയെല്ലാം പടച്ചവൻ മുന്നിൽ എടുത്തു വെച്ചുകൊണ്ട്, പടച്ചവനെ ഇനി ആ വഴിക്ക് ഞാൻ പോവില്ല, ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം എന്ന ചിന്തയോടെ ഇൻഷാ അല്ലാഹ് ഒരു 100 ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഇസ്തിഗ്ഫാറിന്റെ പദങ്ങൾ നമുക്കറിയാം, ഒരുപാട് പ്രവാചകന്മാരെ ചൊല്ലി നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ ഇസ്തിഗ്ഫാറാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി 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 അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر
അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി 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 അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ അല്ലാഹുവിന്റെ അടുക്കൽ പാപ സുരക്ഷിതരായി കടന്നു ചെല്ലാൻ അല്ലാഹു വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പാവങ്ങൾ നമ്മൾ കഴുകിക്കളഞ്ഞാലും നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിക്കണം. ഈമാനാണ് നമ്മുടെ പിടിവള്ളി. ഈമാൻ കാമിലാവുക, ഈമാൻ പൂർത്തിയാവുക, അതാണ് വിശ്വാസിയുടെ വലിയ ആയുധം. ഈമാൻ ഉള്ളവർക്കാണ് റബ്ബിന്റെ അടുക്കൽ തഖ്വ ഉണ്ടാവുള്ളൂ. തഖ്വയുള്ളവർക്കാണ് സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും ഉടമ, എല്ലാത്തിന്റെയും ഉത്ഭവം ഈമാനാണ്. ഇൻഷാ നമ്മുടെ ഈമാൻ നമുക്ക് പുതുക്കണം, ഈമാൻ നമ്മൾ അധികരിപ്പിക്കണം. എങ്ങനെയാണ് അധികരിപ്പിക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അഫ്ളലുദ് ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് പുന്നാര ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് കൽബിൽ ഈമാൻ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ, നമ്മൾ എപ്പോൾ മരിച്ചാലും ഈമാനോടെ മരിക്കണമെന്ന ആഗ്രഹത്തോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹു ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ അധികരിപ്പിച്ച് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുണ്യ മദീനയിലേക്ക് ഒരു 11 സ്വലാത്ത് കൂടി ചൊല്ലി നമ്മൾ ചെറിയൊരു ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കണം ഇൻഷാ അല്ലാഹ്. ചൊല്ലിക്കോളിന് ആത്മാർത്ഥമായിട്ട് മദീനയിലേക്ക് ഒരു 11 സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത്, എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്ത് നമ്മൾ എന്നും ചൊല്ലുന്നത്. ആ സ്വലാത്ത് തന്നെ നമ്മൾ മുറുകെ പിടിക്കാൻ പോവാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വല്ലാലി അഹ്ലിൽ ബൈത്തി വസല്ലിം. അല്ലാഹു പുണ്യ മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മദീന കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ ദുആരക്കാൻ പോവാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സമയത്തെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ദുആരക്കണം. അല്ലാഹുവിന് ഇഷ്ടമുള്ള അമൽ ചെയ്തിട്ടാണ് നമ്മൾ ദുആരക്കണേ. ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ആമീൻ പറയും. നമ്മുടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാ ദിവസവും ഈ സന്ധ്യാസമയത്ത് മഗ്‌രിബോട് അടുത്ത സമയത്ത് അൽഹംദുലില്ലാഹ് ദിക്റുകളിലായി സ്വലാത്തുകൾ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. അതുപോലെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഇൽമ് നിങ്ങൾക്ക് എത്തിക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുന്ന മനോഹരമായ ആശയത്തിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്, ഇതുപോലെയുള്ള ആയിരങ്ങൾ സംഗമിക്കുന്ന തിബ്ബുസ് സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അതുപോലെ ഹദ്ദാദ് റാത്തിബുമായി ചൊല്ലി മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലാണ് അത് നടക്കുക. രണ്ടും നമ്മുടെ സംരംഭമാണ്. രണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഹു മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ തമ്പുരാനെ പടച്ചവനെ കരുണക്കടലായ അല്ലാഹ്, നിന്റെ ദർബാറിൽ നീട്ടുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപികളാണ്, ദോഷികളാണ് അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നുമില്ല പടച്ചോനെ. തിന്മകൾ ഒരുപാട് ചെയ്തു പോയ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതമെങ്കിലും നിനക്കല്ലാഹ് തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ അല്ലാഹ്. ഞങ്ങളിൽ പലരും രോഗികളാണ് പടച്ചവനെ. അല്ലാഹുവേ, കാലുവേദന, മുട്ടുവേദന, നടുവേദന, തലവേദന തുടങ്ങി ക്യാൻസർ വരെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലാഹ്. ഷാഫിയായ കാഫിയായ മുആഫിയായ റബ്ബേ, നീ ശിഫ തരണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കിടത്തി നരകിപ്പിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ എന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. ശരീരം കീറമുറിക്കുന്ന ഓപ്പറേഷൻ നടക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹ് എപ്പ മരിച്ചാലും ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് അല്ലാഹുവേ നിന്റെ ഈമാൻ, നിന്റെ ഹിദായത്ത്, നിന്റെ ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരാണ്. ഞങ്ങളുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, കൂടപ്പറപ്പുകൾ, ഉറ്റവരുടയവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ പലരും ഇന്ന് ഖബറിലാണ്. സ്വർഗം തരണേ അല്ലാഹ്, സ്വർഗം തരണേ അല്ലാഹ്. പടച്ചവനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ പരാജിതരിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ആരെയും നിരാശരാക്കല്ലേ അല്ലാ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ നീ കബൂലാക്കണം റഹ്മാനെ. നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ. ആമീൻ പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ എന്തൊക്കെ മുറാദുകൾ ഉണ്ടോ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الانبياء والمرسلين والحمد لله رب العالمين. ഇൻഷാല്ലാഹ് ദുആ വസിയത്തോടെ ഇൻഷാല്ലാഹ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റെടുക്കുക. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.